ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്മസ് ആഘോഷിപ്പാൻ നാം ഒരുങ്ങുന്ന ഈ വേളയിൽ എന്താണ് ക്രിസ്മസ് എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്മസ് ഒരു ആഘോഷമല്ല, അത് ഒരു അനുഭവമാണ്. കാരണം സ്വർഗം വിട്ടിറങ്ങി ഭൂമിയിൽ മനുഷ്യനായി പിറന്ന ലോക ചരിത്രത്തിൻ്റെ സന്ദേശമാണ് ക്രിസ്മസ്. നക്ഷത്രവും പുൽക്കൂടും ഒരുക്കുന്നതിലൂടെ ക്രിസ്തുവിൻ്റെ ജനന സന്ദേശം ലോകത്തെ നാം അറിയിക്കുകയാണ്. രാജാവായി പിറന്നവനെ സാധാരണയായി രാജകൊട്ടാരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാസം. എന്നാൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് കടന്നു വരികയും മനുഷ്യനായി ജീവിച്ച് നമുക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുകയും ചെയ്ത ഒരു ക്രിസ്തുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രിസ്തു ഒരു അതിഥിയല്ല, മറിച്ച് അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലാണ്. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡി ഒരിക്കൽ പറഞ്ഞു, യുദ്ധം കൊണ്ട് ലോകത്തെ നിയന്ത്രിക്കാമെന്നുള്ള ചിന്ത അത്ര നല്ലതല്ല. കാരണം ആയുധം കൊണ്ട് സമാധാനം നിലനിർത്താനാകില്ല. അതിന് മനുഷ്യൻ്റെ ഒരു മനസ്സ്, പ്രത്യേകമായ മനസ്സ് വേണമെന്ന് അദ്ദേഹം ജനങ്ങളോട് ഉദ്ബോധിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് സമാഗതമായിരിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഇപ്രകാരം പറയുന്നു: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ വർഷത്തെ ക്രിസ്മസ് സന്തോഷവും സമാധാനവും നിറഞ്ഞ അവസരങ്ങളാക്കി നമുക്ക് മാറ്റാം. ഇന്ന് ലോകത്ത് സമാധാനവും സന്തോഷവുമില്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് ക്രിസ്തുവിൻ്റെ ജനനം സന്തോഷവും സമാധാനവും ഉതകുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.